സൂറത്തുർ റൂമിന്റെ 22-ാമത്തെ വചനത്തിൽ പറയുന്നത് കാണാം. വമിൻ ആയാതിഹി ഖൽഖുസ് സമാവാതി വൽ അർദ് വഖ്തിലാഫി അൽസിനതികും വഅൽവാനികും. അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തമാണ് ഈ മഹാപ്രപഞ്ചത്തെ, ഭൂമിയെ, ആകാശത്തെ സൃഷ്ടിച്ചത്. അതോടൊപ്പം നിങ്ങളെ സൃഷ്ടിച്ചതും നിങ്ങളുടെ ഭാഷയും വർണ്ണവും വ്യത്യസ്തമായതും അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തത്തിൽപ്പെട്ടതാകുന്നു. ഭാഷയും വർണ്ണവും വ്യത്യസ്തമാവുക എന്നത് അള്ളാഹുവിൻ്റെ വലിയ ശക്തിവിശേഷത്തിൻ്റെ ഭാഗമായിട്ടാണ് പരിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കുന്നത്. അപ്പോൾ ആളുകളിൽ ഈ ഒരു വ്യത്യസ്തത നിലനിൽക്കുമെന്നും അത് തികച്ചും സ്വാഭാവികമാണെന്നും അത് മനുഷ്യനെ അങ്ങോട്ടും ഇങ്ങോട്ടും വർണ്ണവിവേചനത്തിൻ്റെ പേരും പറഞ്ഞ് ആക്ഷേപിക്കാനോ അധിക്ഷേപിക്കാനോ വ്യത്യസ്തങ്ങളായ ജോലികൾ സൃഷ്ടിച്ച് ഓരോ മനുഷ്യനെ അടിമകളാക്കി വെക്കാനോ ഉള്ളതല്ലെന്നും പരിശുദ്ധ ഖുർആൻ കൃത്യമായി നമ്മളെ ബോധിപ്പിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഇവിടെ നോക്കുങ്ങൾ, അള്ളാഹുവിൻ്റെ മഹാ കഴിവായിട്ടാണ് അള്ളാഹു ഭാഷ വ്യത്യസ്തമായതിനെ കുറിച്ച് പറയുന്നത്. എല്ലാവരും ഒരേ ഭാഷക്കാരാവുക, ഒരു സന്തോഷം ഉണ്ടാവില്ല. എല്ലാവരും വ്യത്യസ്തങ്ങളായ രീതിയിൽ സംസാരിക്കുന്നതും സംസ്കാരം ഉൾക്കൊള്ളുന്നതും വലിയൊരു സൗന്ദര്യമാണ്. പക്ഷേ ഖുർആന്റെ അഭിപ്രായത്തിൽ ഖുർആൻ പറയുന്നത് പ്രകാരം ഭാഷ വ്യത്യസ്തമായത് അള്ളാഹുവിൻ്റെ ഒരു വലിയ ശക്തി വിശേഷണമാണ് എന്നാണ്. നമ്മളിപ്പോൾ വിമർശിക്കാൻ വേണ്ടിയല്ലെങ്കിലും ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് അതുകൂടെ പറയാമെന്ന് എനിക്ക് തോന്നുകയാണ്. ബൈബിളിലെ ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 11-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യത്തിൽ മനുഷ്യരെല്ലാവരും ഒരേ ഭാഷക്കാരായി വന്നതിനാൽ അവരൊന്നിച്ചൊരു വലിയ ഗോപുരം സൃഷ്ടിച്ചു. ആ ഗോപുരം വളർന്നു വന്ന് അവരൊരേ ഭാഷക്കാരും ഒരേ ദേശക്കാരും ഒരേ ബോധത്തിലും മുന്നോട്ട് പോയാൽ ദൈവത്തിന് ഭീഷണിയാകുമെന്ന് ദൈവത്തിന് തോന്നിയെന്നാണ്. അതുകൊണ്ട് ദൈവം ഇറങ്ങിച്ചെന്നു, അവരുടെ ഭാഷ വ്യത്യസ്തങ്ങളാക്കി. അപ്പോൾ കുറച്ച് ടീം പറയണത് മറ്റൊരു ടീമിന് മനസ്സിലാവണില്ല, അവർ പറയണത് അതിൻ്റെ അപ്പുറമുള്ള ടീമിന് മനസ്സിലാവുന്നില്ല. അങ്ങനെ അവരുടെ ഇടയിൽ ഭിന്നത വന്നു, ഐക്യം നശിച്ചു. അതുകൊണ്ട് ദൈവം രക്ഷപ്പെട്ടു എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ഒരിക്കലും നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നതോ അല്ലെങ്കിൽ ഒരു ദൈവം എന്ന രീതിയിൽ ഇത്രമേൽ നിസ്സാരനാവേണ്ടതോ അല്ലെന്ന് നമുക്കറിയാം. അതിൻ്റെ ഉദ്ദേശങ്ങളും അതിൻ്റെ മറ്റു വിശദീകരണങ്ങളും നൽകേണ്ടത് അതിൻ്റെ ആളുകളാണ്. നമ്മൾ ബൈബിൾ വായിക്കുമ്പോൾ നമുക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ ഭാഷ പരസ്പരം ഗ്രഹിക്കാനാവാത്ത വിധം ഭിന്നിപ്പിക്കാം. അങ്ങനെ കർത്താവ് അവരെ ഭൂമുഖത്തെല്ലാം ചിതറിച്ചു. അവർ പട്ടണം പണി ഉപേക്ഷിച്ചു. ഈ പട്ടണം പണിയൊക്കെ നിർമ്മിച്ചൊരു വലിയ ശക്തിയാവുമ്പോൾ ദൈവത്തിന് ഭീഷണിയാവും തോന്നുകയാണ്. അതുകൊണ്ടാണ് ആ സ്ഥലത്തിന് ബാബേൽ എന്ന് പേരുണ്ടായത്. അവിടെ വെച്ചാണ് കർത്താവ് ഭൂമിയിലെ ഭാഷ ഭിന്നിപ്പിച്ചതും അവരെ നാടാകെ ചിതറിച്ചതും. പരിശുദ്ധ ഖുർആൻ പറയുന്നത്, ഞാൻ ഈ ഓതിയ സൂറത്തുർ റൂമിന്റെ 22-ാമത്തെ വചനത്തിൽ, ഭാഷ വ്യത്യസ്തമായത് അള്ളാഹുവിന്റെ പ്രത്യേകമായ താല്പര്യപ്രകാരം അവന്റെ ശക്തി വിശേഷണത്തിന് തെളിവായിട്ടാണ്. ഇത് രണ്ടിൽ വലിയ വ്യത്യാസമുണ്ട്. ഒന്ന്, നിസ്സാരത കൊണ്ട് ഭാഷ ഭിന്നിച്ച് മനുഷ്യന്മാരെ വിവിധ ഗ്രൂപ്പുകളാക്കിയിട്ട് അവരുടെ ഐക്യം തകർത്ത് അവരുടെ പട്ടണ നിർമ്മാണം ഒഴിവാക്കലാണ്. മറ്റേതങ്ങനല്ല, വ്യത്യസ്ത ഭാഷ കൊടുത്തിട്ട് അവരെ ശക്തിപ്പെടുത്തുന്നതാണ്.